ഹലോ അസ്സാം വലൈക്കും വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഗായ്സ്. നമ്മൾ അന്ന് എത്ര 2-3 ആഴ്ച മുമ്പ് പോയതാണ്, പിന്നെ ഇന്നാണ് പോകുന്നത്. അപ്പോൾ നോമ്പ് തുറ ഉണ്ടാവിടെ എല്ലാവരും എനിക്ക് ലീവുള്ള ദിവസം നോമ്പ് തുറ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ദിവസം എനിക്ക് വീക്ക് ഓഫ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ നോമ്പ് തുറക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. ഞാൻ ഇന്ന് മോർണിംഗ് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം എനിക്ക് വീക്ക് ഓഫ്, അത് കഴിഞ്ഞിട്ട് എനിക്ക് ആഫ്റ്റർനൂൺ ആണ്. അപ്പോൾ ഇന്ന് മോർണിംഗ് ആയിട്ട് ഞാൻ പോകും, നാളെ നിൽക്കും, മറ്റന്നാൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അതാണ് പ്ലാൻ എന്നാണ്. കുറേ ദിവസം നിൽക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ പോകാനുള്ള പാക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതെനിക്ക് ചെയ്യാനുണ്ട് ഓൾറെഡി. പിന്നെ ഇന്ന് കുറേ ഒന്നും വർത്തമാനം പറയാൻ നേരമില്ല, കാരണം നേരം വഴിക്കണം, അത്യാവശ്യത്തിലേറെ എനിക്ക് പെട്ടെന്ന് മാറ്റിയിട്ട് പോകണം. അപ്പോൾ ഞാൻ വർക്കിന് പോട്ടെ കേസ്, എന്നിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ പിന്നെ നേരെ വർക്കിന് പോയിട്ടോ. അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു, അത് പിന്നെ വേഗം തീർത്ത്. കാരണം എനിക്ക് വീട്ടിലേക്ക് പോകണം എന്നുള്ള ധൃതിയുള്ള കാരണം കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും വേഗം തീർക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇന്നും നാളെ ഞാൻ വീട്ടിലേക്ക് പോകലുണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം മോർണിംഗ് ഷിഫ്റ്റിൽ കയറിയാൽ നമുക്ക് 4 മണിയാകുമ്പോഴേ എന്തായാലും ഇറങ്ങാൻ പറ്റുള്ളൂ. സോ ഗൈസ്, അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് ഞാനിവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകണം. ഇപ്പോൾ ഒരു 4:30 ഒക്കെയാണ് സമയം എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് 6 മണിക്കാണ് ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കുറച്ച് സമയമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാതും പാക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഇപ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോകണം എന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചിട്ട് നമുക്ക് പോവാം കേട്ടോ ഗൈസ്. അങ്ങനെ പോവാൻ ഞാൻ റെഡിയായി. ടെൻഡുണ്ടായി, ഈ ബാഗ് എടുത്തിട്ടുണ്ട്. ഈ ബാഗ് ഞാൻ അന്ന് പോകുമ്പോഴും കൊണ്ടുപോയി, ഇന്ന് പോകുമ്പോഴും കൊണ്ടുപോവാണ്. ഇതിൽ ഫുള്ള് തിരുമ്പാൾ ഡ്രസ്സാണ്. നേരെ ഇത് കൊണ്ടുപോയിട്ട് അലക്കാനിടാം. ആ വിധത്തിലാണ് ഞാൻ കൊണ്ടുപോകണം. ഈ ബാഗൊന്നും അടുപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പോവുകയാണ് ഗൈസ്. ഇനി നമുക്ക് വീട്ടിൽ വെച്ച് കാണാം. നമ്മൾ ഇന്ന് പോകും, നാളെ വീട്ടിൽ, മറ്റന്നാൾ ഇങ്ങോട്ട് തന്നെ പോകും. അന്ന് പോയ സെയിം പാറ്റേൺ, പക്ഷെ ഇന്ന് നോമ്പ് തുറക്കാണ് പോകണമെന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങട്ടെ ഗൈസ്. പോണ സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി മേടിക്കണം. കാരണം ഞാൻ 6:30 6:45 ആകുമ്പോൾ ഞാൻ ബസ്സിലാവുമല്ലോ. ബസ്സിൽ നോമ്പ് തുറക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കണം. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. സോ ഐ ആം ഗോയിങ് ഗൈസ്. നമുക്ക് പോകെ കാണാം. അങ്ങനെ നേരെ KSRTC സ്റ്റാൻഡിൽ പോയി. ഞാൻ ഓൾറെഡി ബസ് ബുക്ക് ചെയ്ത കാരണം കൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. കാരണം ഓടിക്കയറേണ്ട ആവശ്യമൊന്നുമില്ല, സീറ്റ് അവിടെ തന്നെ ഉണ്ടാവുമല്ലോ ഏത്. അങ്ങനെ കുറച്ച് നേരം പോകെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ ഫാസ്റ്റ് ഇല്ലാതെ പതുക്കെ പോവുകയായിരുന്നു. അപ്പോൾ എന്തായാലും KSRTC എത്തിയ നേരം വൈകിട്ടാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഇനിയും നേരം മുഴുകുമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ കയറുന്ന സമയത്ത് ഒരു ലേസും ബിസ്ക്കറ്റും ജ്യൂസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കയറി കഴിഞ്ഞതിന് ശേഷം അതാണ് കഴിച്ചുകൊണ്ടിരുന്നത്. നോമ്പ് തുറന്ന പാടെ വെറും വയറ്റിലൊക്കെ ഉണ്ടോ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, കാരണം നമുക്ക് വീട്ടിൽ ഫുഡ് കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ മാംഗോ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഫ്രൂട്ടിയൊക്കെ കുടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്കാണ് ഈ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കഴിക്കണം, ഒറ്റയടിക്കല്ല, അത് വേറെ കാര്യം. അങ്ങനെ ബിസ്ക്കറ്റും എല്ലാ കാര്യങ്ങളും കഴിച്ചിട്ട് പിന്നെ പുറത്ത് നോക്കിയിരിക്കലേന്ന് കുറച്ച് നേരം പണി. പുറത്ത് നോക്കിയിരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നല്ല സ്പീഡുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ. അങ്ങനെ പിന്നെ ഒരു 10-10:30 ആയപ്പോഴാണ് ഞാൻ പെരിന്തൽമണ്ണ എത്തുന്നത്. പെരിന്തൽമണ്ണയിൽ നേരെ ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യണത്. കാരണം വീട്ടിലേക്ക് അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ. അപ്പോൾ ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഓട്ടോ വിളിച്ച് പോകുമ്പോഴൊക്കെ ഞാൻ ഹയ്യമ്മ വീട്ടിലെത്തുമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഭയങ്കര ഒരു വെളിച്ചം ഫീൽ ചെയ്യട്ടോ എനിക്ക്. അങ്ങനെ എല്ലാവരെയും കണ്ടു, സംസാരിച്ചു. സൈമൻ്റെ മുഖം നോക്കുക, അത് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല, അത് വേറെ കാര്യം. അങ്ങനെ മമ്മ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആലൂക്ക പറാത്തയും പിന്നെ എനിക്ക് ഫിഷ് വേണമെന്ന് എന്തായാലും പറയട്ടെ. അങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ ഈ വീട്ടിലുണ്ടാവുമ്പോൾ ഇതിലുള്ള എന്താ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ബീഫുണ്ടോ? പറയണ്ട. ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു സോയാ സോസും ചിലപ്പോൾ പഴകിയ നാരങ്ങ അങ്ങനെയൊക്കെ. ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഉള്ളിൽ ബട്ടർ, പിന്നെ അവിടെ ചിക്കൻ ക്യൂബ്, ടൊമാറ്റോ സോസ്, അത് കഴിഞ്ഞ് ഇവിടെ തണ്ണിമത്തൻ, പനീർ, സമൂസ ഷീറ്റ്, തേങ്ങ ചുട്ടരച്ചതും ചുട്ടരക്കാത്തതും, പിന്നെ ചീസിൻ്റെ ഷീറ്റ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ കേട്. ഇതൊക്കെ അങ്ങനെ നിന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് പിന്നെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയ കാരണം കൊണ്ട് നമ്മൾ എന്താക്കി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. ഞാൻ ആലൊക്കെ പറത്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഫിഷ് ഫ്രൈ മാത്രമായിട്ട് കഴിക്കാൻ വേണ്ടി ഇരുന്നിരിക്കുന്നു. അങ്ങനെ പിന്നെ രാത്രിയായപ്പോൾ ഞാൻ നല്ലൊരു ഉറക്കം പാസ്സാക്കി ഗൈസ്. ഉറക്കം പാസ്സാക്കിയപ്പോൾ തന്നെ ഭാഗം ഒരു സമാധാനം എനിക്ക് കിട്ടിയത് ഗൈസ്. സോ ഗൈസ്, രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ഞാനിവിടെ വന്നിട്ട് കുറേ നേരം ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ അമ്മനെ 8 മണിക്ക് വിളിച്ചു. എന്നിട്ട് തല ചീവി തരാൻ, തല എണ്ണ തരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നീപ്പിച്ച് കൊടുന്നു. ഇപ്പം ഞാൻ തലയിൽ എണ്ണ വെച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ എന്തായാലും തല എണ്ണക്കാരൻ ജീവാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാവരും നോമ്പ് തുറക്കാൻ വരുന്ന കാരണം കൊണ്ട് അതിൻ്റെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ എന്താണ് എനിക്ക് ഞാൻ സൈമോന് സാധനം മേടിക്കാനൊക്കെ പോകണം. അവിടെ തന്നെ എനിക്കായിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി തപ്പിയിട്ട് മേടിക്കണം എന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ബാലൻസ് എടുക്കുന്ന കാരണം കൊണ്ടാണ് രാവിലെ തന്നെ എണീറ്റത്. അപ്പോൾ എന്തായാലും ഇന്ന് നല്ലൊരു ദിവസമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നോക്കാം ഗൈസ്. എല്ലാം ചടപടേന്നായിരുന്നു പറഞ്ഞ പോലെ ഞാനും സായ്മോനും പുറത്തേക്ക് സാധനം മേടിക്കാൻ വേണ്ടി പോകുന്നു ഗൈസ്. കോട്ടാടിയിൽ ഓട്ടോ വന്നിരിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഉണ്ടാക്കേണ്ട കാരണം കൊണ്ടാണ് മമ്മ അവിടെ വീട്ടിൽ തന്നെ നിന്ന് കേട്ടോ. മമ്മ വന്നില്ല. കാരണം മമ്മയും കൂടി വന്നാൽ പിന്നെ ഞങ്ങൾ ചിലപ്പോൾ ലിസ്റ്റില്ലാത്ത സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു എന്ന് വരും. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാൻ ആവശ്യമായിട്ടില്ല കുറച്ച് പാത്രവും ഗ്ലാസ്സൊക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് അളവൊക്കെ എനിക്ക് പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ അളവ് മതിയില്ലെന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ബാത്റൂം ഫ്രഷ്നറാണല്ലോ. ഇത് നമ്മൾ കുറച്ച് ചിന്തിച്ചിട്ട് വേണം എടുക്കാൻ. മണം പാളിയ എല്ലാം പാളും. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പണ്ടൊക്കെ ഞാനേ പൊക്കാണ്ടായിരുന്നല്ലോ. സായ്മോനെ വല്ലാതെ പൊക്കാൻ സഹായിക്കുകയൊന്നും ചെയ്തിരുന്നു. പക്ഷേ ഇന്നല്ല ഇപ്രാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ സായ്മോനൊന്ന് ഗൈസ് കുറേ പൊക്കാണ്ടായിരുന്നു. പക്ഷെ ഞാൻ ക്ഷീണിച്ചു ഗൈസ്. ഞാൻ എന്തോ ഓർമ്മയിലിരുന്നിട്ട് ഇവിടെയാണ് വീട് എന്നുള്ള കാര്യം പറയാൻ മറന്നു. അതുകൊണ്ട് പുറത്തിറങ്ങേണ്ടി വന്നു. നല്ല ഭാരം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും അമ്മനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും മമ്മിയായിരുന്നു പിന്നെ ഹെൽപ്പിങ്ങിനൊക്കെ ഉണ്ടായിരുന്നത്. ഞാനും മമ്മിയും വർക്കിനുണ്ടായിരുന്നു. മമ്മ വർക്ക് ചെയ്യുന്നു, ഞാൻ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുണ്ട് ചെയ്തിരുന്നത്. ഞങ്ങൾ ഒരുപാട് സാധനമില്ല, പക്ഷെ നമുക്ക് അത്യാവശ്യം സാധനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും കുറച്ച് വേഗത്തിൽ ഉണ്ടാക്കിയിട്ട് എനിക്കായാലും ഉറക്കം വരിക, മമ്മക്കായാലും ഒന്ന് കെടുക്കണം എന്നുണ്ട്. അങ്ങനെയൊക്കെ ആയ കാരണം കൊണ്ട് ഞങ്ങൾ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ടോ. അങ്ങനെ പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് വൈകുന്നേരമൊക്കെ ആയ സമയത്ത് മഴ വീണ്. ഞാൻ നാട്ടിലേക്ക് വന്ന പാടെ മഴ. എന്തൊരു ഐശ്വര്യം. അങ്ങനെ നമ്മളെ നോമ്പ് തുറക്കാനുള്ള എല്ലാ പണികളും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 3:30-3:45 ആയിക്കണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിട്ട് ഉറങ്ങിയിട്ട് നീട്ടിട്ട് വേണം എല്ലാ കാര്യങ്ങളും വീണ്ടും സെറ്റാക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും സെറ്റാക്കാൻ മീൻസ് മറ്റേ നമ്മൾ കുളിക്കണം, പിന്നെ എല്ലാ സാധനവും ടേബിളുമ്പോൾ കൊടുന്ന് വെക്കണം. അങ്ങനെയൊക്കെ പിന്നെ എല്ലാവരും വരുമ്പോൾ നമ്മൾ നീട്ടിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും മമ്മി ഒന്ന് കെടുക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഉറങ്ങി നീക്കണം. അപ്പോൾ നമുക്കിനി നോമ്പ് തുറക്കണ വിശേഷങ്ങളും പിന്നെ ഞാൻ നാളെ തന്നെ ഞാൻ പോവുകയും ചെയ്യും. അന്ന് വന്ന അതേപോലെ തന്നെ ഇന്ന് വരുന്നു നാളെ പോകുന്നു ആ അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ ഇനി നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളും ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ.